ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വീണ്ടും വേണം യു ഡി എഫിൽ ഏറെക്കാലമായി ഈ ചർച്ച നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയാൽ ഒന്നും സംഭവിക്കില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് ജോസ് കെ മാണിക്ക് അണികളില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ്, PJ ജോസഫിൻ്റെ കൂടെയാണ് കേരള കോൺഗ്രസിൻ്റെ അണികൾ മുഴുവനുള്ളത്. ഏതാനും നേതാക്കൾ മാത്രമാണ് ജോസ് കെ മാണിയോടൊപ്പമുള്ളത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF നിന്ന് പുറത്താക്കിയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല, UDF ഒന്നും സംഭവിക്കില്ല. ഇതാണ് നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അണികളുണ്ട്, സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ ഏതാനും ചില കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്തു പോയാൽ ആ സീറ്റുകളിലൊക്കെ ഞങ്ങൾക്ക് മത്സരിക്കാമല്ലോ എന്നായിരുന്നു ഈ നേതാക്കളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ജോസ് കെ മാണിക്കെതിരെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെയും വലിയ തോതിലുള്ള പ്രചാരണം UDF-നകത്തും പുറത്തുമൊക്കെ ഈ നേതാക്കൾ നടത്തിയത്. അതിൽ ഫലം ഉണ്ടാവുകയും ചെയ്തു. ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കി. ജോസ് കെ മാണി പുറത്തുപോയ ഉടനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവസാനിക്കും എന്നാണ് കരുതിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇനി ഉണ്ടാകില്ല, ഇനി ഒറ്റ കേരള കോൺഗ്രസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്, അത് മതി, അതാണ് ശക്തി ഉണ്ടാവുക. മാണി ഗ്രൂപ്പ് തകർന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒന്നുകൂടി ശക്തിപ്പെടും. ഇതൊക്കെയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. അതൊക്കെയായിരുന്നു ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ശക്തി പ്രാപിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിന് ശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല. കേരള കോൺഗ്രസ് തകർന്നാൽ മാത്രമേ കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ മധ്യ കേരളത്തിൽ ശക്തി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസിനെ തകർക്കുക എന്ന ദീർഘദൂര ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുകയും അതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയാണ് അതിൽ അഗ്രഗണ്യൻ. അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തകർക്കുക, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ആദ്യം ചവിട്ടി പുറത്താക്കി അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ PJ ജോസഫിന്റെ കാലത്തിന് ശേഷം, അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതിനുശേഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയും ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? നേരെ തിരിച്ചാണ് സംഭവിച്ചത്. UDF-ലുള്ള കേരള കോൺഗ്രസിനേക്കാളും വലിയ ശക്തിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറി എന്നതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ KPCC പ്രസിഡന്റായി K. സുധാകരൻ വന്ന ഉടനെ ആദ്യം മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഏത് സമയം വേണമെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തിരിച്ചു വരാം, ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്ന്. എല്ലാ കോൺഗ്രസ് നേതാക്കളും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം എഡിറ്റോറിയൽ എഴുതി, തിരിച്ചു വരൂ, UDF നിങ്ങളെ കാത്തിരിക്കുന്നു, LDF എന്ന അരക്കില്ലത്തിൽപ്പെട്ട് വെന്തുരുകി തീരേണ്ടതല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, നിങ്ങൾ UDF-ലേക്ക് തിരിച്ചു വരൂ. UDF-ൽ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് LDF-ൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പ്രാധാന്യം കിട്ടും. LDF-ൽ ഘടകകക്ഷികളെ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കുകയാണ് ചെയ്യുക. UDF-ലാകട്ടെ എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പ്രാധാന്യം നൽകും, അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകും, സീറ്റുകൾ നൽകും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുവാനാണ് ശ്രമിച്ചത്. എന്നാൽ പോയി പണിനോക്കാൻ പറഞ്ഞു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് റോഷി അഗസ്റ്റിൻ കോൺഗ്രസ് നേതാക്കളോടും കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണത്തിന്റെ അധികൃതരോടും. കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ആർക്കാ സംശയം? ഞങ്ങൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തു? കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമൻസ് പറഞ്ഞോ? ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം, ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങളൊക്കെ മറന്നുപോയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ച് വെക്കുന്നത് നല്ലതാണെന്നുള്ളതിന് അപ്പുറത്തോട്ട് കഴിഞ്ഞ കാല ദുരന്തം വരുത്തി വെച്ചതിൻ്റെ വിനി അനുഭവിക്കുന്നതിൻ്റെ സങ്കടത്തിൽ ഉദയം ചെയ്യുന്നത് മാത്രമാണ്. ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അത് ഞങ്ങൾ സന്തുഷ്ടരായിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിനെക്കുറിച്ച് പറയാനിരിക്കുന്ന അഭിപ്രായം? ഇടതുമുന്നണിയിൽ നിന്നും പോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. പക്ഷേ ഇപ്പോഴല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉള്ള സമയത്ത് വ്യക്തമായ അഭിപ്രായം പറഞ്ഞ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ്. ഞങ്ങളൊരു നിലപാട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിലപാടുകൾക്കാണ് പ്രസക്തി. വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പൊതുവേദി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പൊതുവേദിയിലും, അതോടൊപ്പം രാഷ്ട്രീയപരമായി എടുക്കുന്ന തീരുമാനം പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകളാണ്. അതിൽ വിശ്വസനീയമായ നിലപാടുകളാണ് കേരള കോൺഗ്രസ്. അത് പാർട്ടി ചെയർമാൻ തന്നെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ച് ആരും വ്യാകുലപ്പെടേണ്ട. ഈ മിനിസ്റ്ററും PJ ജോസഫുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചടങ്ങിൽ കണ്ടുമുട്ടിയെന്ന് അവിടെ വെച്ച് ചർച്ചകൾ നടന്നു. അങ്ങനെ PJ ജോസഫിനെ സ്വകാര്യ ചടങ്ങിൽ കണ്ടുമുട്ടിയ ഏതെങ്കിലും രംഗം നിങ്ങൾക്ക് ചാനലുകാർക്കോ മീഡിയക്കോ എടുത്തു തരാമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്.
കാണാത്ത കാര്യം എഴുതി വെക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ BJP കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് അരൂപിയായിട്ട് വല്ലതും വന്ന് ചർച്ച ചെയ്തായിരിക്കും, എനിക്കറിയത്തില്ല. രാജ്യസഭ ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോൾ അത് വരട്ടെന്ന്. എന്തിനാ? അതേലും ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വാക്കിനെ അവിടെയാണല്ലോ തുടക്കം കുറിച്ചത്. വരാൻ സാധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇതിന് അങ്ങനെ ആശങ്കയുള്ള പാർട്ടിയല്ലെന്ന്. ഞങ്ങളുടെ നിലപാടുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യം നൽകിയിട്ടുണ്ട്. അത് കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അതിലെവിടെയെങ്കിലും അയമയം കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ജനാധിപത്യ സംസ്കാരത്തിൽ വിശ്വസനീയമായ നിലപാടുകൾക്ക് ബാധ്യതപൂർവ്വം നിൽക്കുവാനുള്ള ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തലാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത്. എന്താണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്? റോഷി അഗസ്റ്റിൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങൾ അവരോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളെ UDF എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങളൊരു നിലപാടിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. LDF ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. LDF ഞങ്ങൾക്ക് വേണ്ട അംഗീകാരം നൽകുന്നുണ്ട്, പ്രധാന ഘടകകക്ഷിയായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് UDF ഇപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ അപേക്ഷ തന്നത് കാത്തിരുന്നിട്ടില്ല, നിങ്ങളെ പണിയെടുക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുക, അതല്ലെങ്കിൽ നാണക്കേട് പറ്റി കോൺഗ്രസിന് എന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് റോഷി അഗസ്റ്റിൽ നിന്ന് ഉണ്ടായത് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്തിനാണ് ഇങ്ങനെ വെറുതെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്? എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം വളരെ കൃത്യമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതെ മധ്യ കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. എറണാകുളം ജില്ലയിൽ മാണി ഗ്രൂപ്പിന്റെ ആവശ്യം ഇപ്പോഴില്ല കോൺഗ്രസിന്. പക്ഷേ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിലം തൊടണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടാകണം, ജോസ് കെ മാണി ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ചവിട്ടി പുറത്താക്കുമ്പോൾ ഇതൊന്നുമല്ല കോൺഗ്രസ് നേതാക്കൾ കരുതിയത്. അവിടെ അവസാനിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നാണ്. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDF കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച് LDF ഘടകകക്ഷികളെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അതെല്ലാം മറികടന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മുൻകൈയിൽ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കുകയും രാജ്യസഭാ സീറ്റ് നൽകുകയും ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു പാർട്ടിയായി അംഗീകരിച്ച് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി കേരള കോൺഗ്രസിനെ. അതുതന്നെയാണ് കേരള കോൺഗ്രസിന്റെ ശക്തി. അവിടെയാണ് കേരള കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയത്. അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കുമ്പോൾ UDF നേതാക്കൾ കരുതിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതിനു മുമ്പ് LDF KM മാണിക്കെതിരെ വലിയ സമരം നടത്തിയതാണ്. അങ്ങനെ KM മാണിക്കെതിരെ വലിയ സമരം നടത്തിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെ വലിയ സമരം നടത്തിയ LDF എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDF കൊണ്ടുവരിക എന്ന ചോദ്യമൊക്കെ അന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല എന്ന കണക്കുകൂട്ടൽ, ആ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാടെടുത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ LDF നിർത്താൻ CPIM കഴിഞ്ഞു. LDF എല്ലാ ഘടകകക്ഷികളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. അങ്ങനെ ശക്തിപ്പെട്ടു വന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മധ്യ കേരളത്തിൽ. ഇന്ന് ഏറ്റവും വലിയ കേരള കോൺഗ്രസിന്റെ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ, വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ മറുപടി പറയാൻ കഴിയും, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് എന്ന്. അത് ആര് കൂടി അംഗീകരിക്കുന്നുണ്ട്? UDF കൂടി അംഗീകരിക്കുന്നുണ്ട്, കോൺഗ്രസ് കൂടി അംഗീകരിക്കുന്നുണ്ട്. അന്ന് ചവിട്ടി പുറത്താക്കുമ്പോൾ അതോടുകൂടി അവസാനിക്കുമെന്ന് എന്ന് കരുതിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അത്ഭുതകരമായി തിരിച്ചുവരവ് നടത്തി. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ആർക്ക് വേണം? UDF വേണം, എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, അതിന് പ്രലോഭനങ്ങൾ നൽകണം. അതാണ് പത്രത്തിന്റെ, കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണത്തിന്റെ എഡിറ്റോറിയലിലൂടെ കണ്ടത്. എന്നാൽ ആ എഡിറ്റോറിയലിനെ, ആ നിലപാടിനെ നിഷ്കരണം തള്ളുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയ്തത്. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്നു. വലിയ തിരിച്ചടി UDF ഉണ്ടാകുമെന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് മുഖം രക്ഷിക്കണം. അങ്ങനെ മുഖം രക്ഷിക്കണമെങ്കിൽ UDF എന്നൊരു കക്ഷി അടർത്തി മാറ്റിയിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു UDF എന്ന പ്രതീതി ജനിപ്പിക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു കളിയാണ് ഇപ്പോൾ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അടിയേറ്റ് പിടയുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക.